നമസ്കാരം. വീടിനടുത്ത് നടാവുന്ന വൃക്ഷങ്ങളും ചെടികളും എന്തൊക്കെയാണ്? ഇന്ന് 5 സെന്റിലും 3 സെന്റിലും 2 സെന്റിലും ഫ്ലാറ്റുകളും പിന്നെ അതുപോലെ തന്നെ വില്ലകളും 3 സെന്റിൽ വീടുകളും പണിയുന്നവർക്കൊന്നും വൃക്ഷങ്ങളും ഒന്നുമില്ല. 10ഉം 20ഉം സെന്റുള്ളവർക്കും നേരത്തെ പണ്ട് പുരാതനമായിട്ട് പൈതൃകമായ സ്വത്തുള്ളവർക്കൊക്കെ വൃക്ഷങ്ങളൊക്കെ ഉള്ളൂ. എങ്കിൽ തന്നെയും ചിലവർ വാങ്ങിക്കുന്ന വീട്ടിൽ തന്നെ ചിലപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് വൃക്ഷങ്ങളൊക്കെ നടുന്നൊരു ശീലമുണ്ട്. അത് മറ്റുള്ളവർക്ക് വൃക്ഷം നമുക്കൊരു അനുഗ്രഹമാണെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ, ഇപ്പോൾ അയൽവക്കക്കാരുടെ വീടിൻ്റെ സൈഡിൽ കൊണ്ടുവന്നിട്ട് മരം നട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാനായിട്ട്, വൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട്. അപ്പം വാസ്തു വിധി പ്രകാരം, അതായത് എല്ലാത്തിനും നമുക്ക് എന്താണ്, ഒരു വൃക്ഷമായാലും ഒരു ചെടിയായാലും നടുമ്പോഴും നമുക്ക് എന്തിനും വാസ്തുവിന് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. വലിയൊരു മാവ് കൊണ്ടുവന്നിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നട്ട് കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ വലിയൊരു പാല കൊണ്ടുവന്നിട്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നട്ട് കഴിഞ്ഞാൽ എന്താണ്. അപ്പോൾ അതുപോലെ വാസ്തു വിധി പ്രകാരം നിർമ്മിച്ച ലക്ഷണമൊത്ത ഗ്രഹത്തിൻ്റെ ഒരു വാസ്തു അനുസരിച്ച് വീടൊക്കെ നല്ല ഭംഗിയായിട്ട് എല്ലാ സ്ഥാനം നോക്കി നല്ല ഭംഗിയായിട്ട് പണിതു, എന്നിട്ട് അതിൻ്റെ മുൻപിൽ കൊണ്ടുവന്നിട്ടൊരു വലിയ പാല കൊണ്ടുവന്ന് പണിതു, പാലച്ചെടി കൊണ്ടുവന്ന് നട്ടു. അത് ചെയ്യാതിരിക്കുക. അപ്പോൾ അതുപോലെ വാസ്തുവിധി പ്രകാരം നിർമ്മിച്ച ലക്ഷണമൊത്ത ഗ്രഹത്തിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ട് ഇലഞ്ഞിമരം, പേരാല് ഇവയൊക്കെ വളർത്തുന്നത് നല്ലതാണ്. അപ്പോൾ പേരാല് വളർത്തുന്നത് ഉത്തമമാണ്. ഇലഞ്ഞിമരമോ പേരാലോ ഒക്കെ കിഴക്ക് ഭാഗത്തായിട്ട് നടുന്നത് ഉത്തമമാണ്. ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ തെക്കു ഭാഗത്തായിട്ട് അത്തിമരം, പുളിമരം. തെക്ക് ഭാഗത്ത് പുളി നിൽക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ്. പുളിമരം തെക്ക് ഭാഗത്ത് വരുന്നത്. അപ്പം അത്തിമരം, പുളിമരം ഇവ ഉത്തമം തന്നെയാണ്. നമ്മുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇപ്പോൾ ചെറിയൊരു ഇലമ്പാലയുടെ ചെറിയ ഒരു മരം ഉണ്ടെന്ന് വിചാരിക്കുക. അത് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ അത് വെട്ടിക്കളയേണ്ട, അത് അവിടെ തന്നെ നിന്നോട്ടെ. പിന്നെ പാലയുണ്ടെന്ന് വിചാരിച്ചാൽ ഒരു പറയും ഞങ്ങളുടെ പറമ്പിൽ പാലയുണ്ട്, അത് പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ അവിടെ നിൽക്കട്ടെ, വെട്ടിക്കളയൊന്നും വേണ്ട. ഇനി നേരത്തെ വസ്തുവിൽ പൂർവികമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വൃത്തിയാക്കി ആ ഭാഗം ശുദ്ധിയാക്കി കൊണ്ട് നടക്കുന്നത് വളരെ നല്ലതാണ്. പടിഞ്ഞാറ് ഭാഗത്ത് ഏഴിലം പാലയൊക്കെ ഉള്ളത് നല്ലതാണ്. അരയാലൊക്കെ ചിലപ്പോൾ ചില വൃക്ഷങ്ങളൊക്കെ ചില ഭൂമിയിൽ അരയാലൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത് നമ്മൾ പറിച്ചു കളയേണ്ട. പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ അത് നമുക്ക് നല്ലതാണ്. ഇങ്ങനെ പിന്നെ മാവ്, വീടിൻ്റെ വടക്ക് ഭാഗത്ത് മാവ്, അതിപ്പോൾ സ്ഥലമുള്ളവരാണെങ്കിൽ ഒരു ചെറിയ മാവ് വീടിൻ്റെ വടക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. വീടിൻ്റെ വടക്ക് ദിക്കിൽ മാവ് നട്ടുപിടിപ്പിക്കുന്ന നല്ലതാണ്, അല്ലെങ്കിൽ അത് ഉണ്ടാകുന്നത് നല്ലതാണ്. ഓരോ ദിക്കിനും അനുയോജ്യമായ തരത്തിലുള്ള സസ്യങ്ങൾ, വീടിൻ്റെ ഫ്രണ്ടിൽ സസ്യങ്ങൾ, ചെടികൾ, പൂക്കളൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ഈ ബോൺസായി പോലെയുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കും, മുള്ളൊക്കെ ഉള്ളത്. അതൊന്നും അത്ര നല്ലതല്ല. മുള്ളുള്ള ചെടികളൊക്കെ നമ്മുടെ വീട്ടിലെ ധനധാന്യ സമ്പത്ത് ഒഴുക്കി കളയുന്ന ചെടികളാണ്. കാര്യം കാശ് കൊടുത്ത് വലിയ വില പിടിച്ച ചെടികളൊക്കെ ആണെങ്കിൽ പോലും അത് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നട്ടുപിടിപ്പിച്ച് മുള്ളുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്, പശയുള്ള ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നതൊക്കെ വളരെ മോശമാണ്, നല്ലതല്ല. അപ്പോൾ ചോദിക്കും റോസച്ചെടിയൊക്കെ വീടിൻ്റെ സൈഡിലെ വടക്ക് ഭാഗത്തോ കിഴക്ക് ഭാഗത്തോ ഏതെങ്കിലും മൂലയിലൊക്കെ നട്ടുപിടിപ്പിച്ച് വെക്കുന്ന കുഴപ്പമില്ല. കാരണം റോസ എന്ന് പറയുന്നതിൽ പുഷ്പിക്കുന്ന ചെടിയാണ്. അപ്പം ഈ അനുയോജ്യമായ സസ്യങ്ങളും വൃക്ഷങ്ങളും ഒക്കെ നട്ടു വളർത്തുന്നതും ഐശ്വര്യവും ശ്രേയസ്സും മാത്രമല്ല, നമുക്ക് ധനധാന്യ സമ്പത്തും നമ്മൾ ആ വസ്തുവിൽ താമസിക്കുന്നവർ പ്രസിദ്ധരായി തീരാനും സൽസന്താനങ്ങൾ ഉണ്ടാകാനും ഒക്കെ നല്ലതാണ്. ഇതുപോലെ തന്നെ ഫ്ലാറ്റ് വില്ലയൊക്കെ ഉള്ളവർക്ക് ഇപ്പോൾ ഇതൊന്നും ബാധകമല്ല, അതൊന്നും പ്രശ്നമല്ല. വസ്തു ഉള്ളവർക്കും ആണെങ്കിൽ അവരുടെ ഇപ്പോൾ വസ്തു നല്ലതുപോലെ ഒരു 10-20 സെൻറ്റ് സ്ഥലമൊക്കെ ഉള്ളവർക്ക് വീടിൻ്റെ തെക്ക് ഭാഗത്ത് കൊണ്ടുവന്നിട്ടൊരു ചെറിയ പുളിമരം നടാം, വീടിൻ്റെ വടക്ക് ഭാഗത്ത് കൊണ്ടുവന്നിട്ടൊരു മാവ് നടാം, ചെറിയ ഒരു ഇലഞ്ഞിമരോ അങ്ങനെ എന്തെങ്കിലും വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് കൊണ്ടുവന്ന് നടുന്നതിനൊന്നും അതിനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് നമ്മൾ ഇരിക്കുന്ന ഭൂമി നല്ല വാസ്തു ഒരു നല്ല എനർജിറ്റിക് ആക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിലുള്ളവർക്ക് നല്ല എനർജിയും സൽസന്താന ഭാഗ്യവും പ്രസിദ്ധരാവാനും നല്ല രീതിയിൽ ധനധാന്യ സമ്പത്ത് വരാനൊക്കെ ഇങ്ങനെയുള്ള സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത് നല്ലതാണ്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക.